പിന്നെ നമുക്കൊക്കെ എപ്പോഴും ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് അന്നത്തെ ആ ഒരു മെമ്മറി ഞാൻ ചോദിച്ചാൽ, അന്ന് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഫാസിൽ സാറിന്റെ പോലത്തെ ഡയറക്ടറിലേക്ക് എത്തുകയാണ്. എന്താണ് ആ ഒരു മെമ്മറി? എന്തെങ്കിലും ഒന്ന് പറയാനപ്പെട്ടു? എനിക്ക് തോന്നുന്നു അന്ന് ഇവൻ ഫഹദ് പോലും ഒരു റീ എൻട്രി നടത്തുന്ന ഒരു സമയമാണ്. അന്ന് എങ്ങനെ ഈ ഫഹദൊക്കെ ഒന്ന് ലൊക്കേഷൻസിലൊക്കെ ഉണ്ടായിരുന്നു? എന്താണ് ആ ഒരു മെമ്മറി, ഫാസിൽ സാറിനായിട്ടുള്ള ഫഹദിനായിട്ടുള്ള ആ ഒരു മെമ്മറി ഇന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ്? സാർ ആക്ച്വലി എനിക്ക് എന്റെ ഫാദർലി ഫിഗർ ആണ്. കാരണം സാർ നമുക്ക് എന്നെ ഉണ്ടാക്കിയത് സാറാണ്. കാരണം എനിക്ക് അഭിനയം പഠിപ്പിച്ചു തന്നു, എനിക്ക് എല്ലാം കാണിച്ചു തന്നു. എല്ലാവരും പുതിയ ആളുകളാണ് അതിൽ. ഞാൻ അന്ന് വളരെ അമ്പച്ചറാണ്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് എങ്ങനെയായിരുന്നു സാറ് കണ്ടെത്തിയിരുന്നത്? ഞാൻ ആക്ച്വലി വളരെ അവിചാരിതമായിട്ട് കുറെ പറഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സാർ ഒരുപാട് പേര് ഓഡിഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്. ഹേമന്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു അന്ന്? അത് ഞാൻ കുറെ പേർക്ക് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സാറിന്റെ ഫ്രണ്ട് നമ്മുടെ ജോസ് പ്രകാശ് സാറിന്റെ മകൻ മിസ്റ്റർ രാജൻ ജോസഫ്, അദ്ദേഹം ട്രെയിനിൽ കണ്ടിട്ട് അദ്ദേഹം എന്റെ ഫോട്ടോ സാറിന് അയച്ചു കൊടുത്ത് എന്നെ സാർ ഓഡിഷൻ വിളിച്ചു. യാദൃശ്ചികമായിരുന്നു. വളരെ വളരെ യാദൃശ്ചികം. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഇൻട്രോട്ട് ആയ ആളായിരുന്നു. അങ്ങനെ ഒട്ടും എക്സ്പോഷർ അഭിനയൊന്നും ചിന്തയില്ല. ഞാൻ ഒട്ടും വളരെ സ്റ്റുഡിയോസ് ആയിട്ട് കോളേജിൽ പോകാൻ വരിക അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ സാറിന് ഓഡിഷൻ ചെയ്തു. അപ്പൊ അത്രയൊന്നും എനിക്ക് നമുക്ക് ഒട്ടും നമ്മൾ ഗ്രൂംഡ് അല്ല ടു ബി ആൻ ആക്ടർ. അങ്ങനെ സാർ എനിക്ക് അഭിനയം പഠിപ്പിച്ചതാണ്. സാർ എന്നെ കാണാൻ ആ ക്യാരക്ടറിനെ ഹാപ്പിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സാർ എന്നെ വിളിച്ചു വരുത്തി എനിക്കൊരു ഓഡിഷൻ കഴിഞ്ഞ അഭിനയിച്ച് ആക്ടറാണ് ഞാൻ കണ്ട വെച്ച് നോക്കുന്ന ബെസ്റ്റ് ആക്ടേഴ്സ് ആണ് ഫാസിൽ സാർ. കാരണം ഒരു ലേഡി ആയിട്ടും മെയിലായിട്ടൊക്കെ അതിന് ഫിസിക്കൽ ചേഞ്ചസും ബോഡി വഴങ്ങി ഭയങ്കര ഒരു ആക്ടറാണ്. സാറിന്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര സ്മൂത്ത് ആണ്. അപ്പൊ നമുക്ക് ആ സാർ എന്നെ ആക്ച്വലി അഭിനയം പഠിപ്പിച്ചത് ഫാസിൽ സാറാണ്. ഞാൻ എവർ ആക്ടിംഗ് സ്കൂളിൽ അങ്ങനെ പോയ ആളല്ല. ഇനീഷ്യലി വളരെ റോ ആയിട്ടുള്ള സിനിമ എന്താണെന്നോ അഭിനയം എന്താണെന്നോ അറിയാത്ത ഒരാളെ സാറ് വിളിച്ചിരുത്തി സാറ് പഠിപ്പിച്ച് അഭിനയിപ്പിച്ച ആളാണ് ഞാൻ. 100% സാറിന്റെ മാത്രം പ്രൊഡക്റ്റാണ് ഞാൻ. അപ്പൊ എനിക്ക് സെക്കൻഡ് മൂവി ഒക്കെ ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് മൂവിൽ ഓഫ് കോഴ്സ് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. കാരണം ആദ്യം ഞാൻ എൻ്റെ തുടക്കം എനിക്ക് ഒരു സ്റ്റെപ്പ് നമുക്കൊരു ആദ്യം നമ്മൾ ഓക്കെ ആയിരിക്കും, നമ്മളൊന്ന് പതറും. ആ പതറുമ്പോൾ സാർ കൈ പിടിച്ച് നമ്മൾ കൂടെ നിർത്തി പിന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട്. നെടുമുടി വേണു സാർ, ഇന്നസെന്റ് ഉള്ള ഒരുപാടൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ അവരൊക്കെ എൻ്റെ ഫസ്റ്റ് മൂവിൽ അതിനോട് അഭിനയിച്ച ആൾക്കാരാണ്. ബിന്ദു ചേച്ചി, ബിന്ദു പണിക്കർ, ലക്ഷ്മിപ്രിയ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ സാർ നമ്മളെ കൈ പിടിച്ച് ഉയർത്തി വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു പൾസ് കിട്ടുന്നവരെ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഫ്റ്റർ മൈ ഫസ്റ്റ് മൂവി സെക്കൻഡ് മൂവി ചെയ്യുമ്പോൾ എനിക്കൊരു പാനിക്കായിരുന്നു. കാരണം സാറില്ല, എൻ്റെ വലങ്കേ എൻ്റെ കൂടെ ഇല്ല. പിന്നെ അവിടുന്ന് ബിജുവേട്ടനാണ് സെക്കൻഡ് മൂവി ഡയറക്ടർ, ഡോക്ടർ ലവിൻ്റെ. അദ്ദേഹം ഭയങ്കര ഇതേപോലെ തന്നെ ഭയങ്കര ഒരു എൻ്റെ ബ്രദറിനെ പോലെയാണ്. അപ്പോൾ അങ്ങനെ പടി വെച്ച് ആക്ടർ ആവുന്ന ആളാണ് ഞാൻ. ഫഹദ് ഇതേപോലത്തെ ലൊക്കേഷൻ വരാറുണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്ക് ലൊക്കേഷൻ വരും. പുള്ളി അന്നും വളരെ ഒരു സാധാരണക്കാരൻ്റെ വൈബാണ് പുള്ളിക്ക്. പുള്ളി വണ്ടിക്ക് ലൊക്കേഷൻ നമ്മൾ സംസാരിക്കും, കുറെ സമയം സ്പെൻഡ് ചെയ്യും, സാറിനെ കാണും. അന്ന് പുള്ളി മറ്റേ ടൂർണമെന്റ് ഇറങ്ങി നിൽക്കുന്ന സമയം പുള്ളി ഇടയ്ക്ക് ലൊക്കേഷൻ വരുന്നു. അന്നും പുള്ളി ഇതേപോലെ ഭയങ്കര നമ്മൾ നോക്കും ഭയങ്കര ഹാൻസം ഒക്കെ ആണ്, ഭയങ്കര കളറൊക്കെ ഉണ്ട്. നമ്മളെ നോക്കാറുണ്ട് സംസാരിക്കും. പക്ഷെ വന്നു കൂളായിരുന്നു. പുള്ളിയുടെ ബ്രദർ ഉണ്ട് മറ്റേ വച്ചു, ഫർഹാൻ ഫാസിൽ, പുള്ളി ലൊക്കേഷൻ വരാറുണ്ടായിരുന്നു. നമ്മളൊക്കെ എല്ലാവരും കാണാറുണ്ട്. ഇപ്പോഴും ഫാസിൽ സാറിനെ ഒരു സിനിമ ഇറങ്ങുമ്പോഴും റിലീസിന് മുമ്പൊക്കെ എപ്പോഴും വിളിക്കാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ അങ്ങനെ സാറിന് എനിക്ക് സാറിന് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു അഡ്വൈസ് വരുമ്പോൾ ഓർക്കുന്ന സാർ തന്നെ ആയിരിക്കുമല്ലോ ഫസ്റ്റ്. സാറിന്റെ ഹെഡ് മാഷ് പോലെ എനിക്ക് സാറിനെ എപ്പോഴും വിളിക്കാൻ പേടിയാണ്. ഞാൻ അന്ന് വളരെ യങ് ആണ്. ഇപ്പാണ് ഞാൻ ഒന്നൊരു ഫ്രണ്ട്ലി ആയിരുന്നു. ശങ്കർ സാർ ഞാൻ ഒന്നൊരു ഫ്രണ്ട്സിനെ പോലെ. ഫാസിൽ സാർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അച്ഛനേക്കാളും എനിക്കൊരു ഹെഡ് മാഷ് ഫീലിംഗ് ആണ്. അപ്പോൾ സാറിനെ വിളിച്ച് ബോധം എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം സാറിനെ. ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു നല്ല പടം വന്ന് എനിക്ക് സാറിന് ആ പടത്തിലേക്ക് എനിക്ക് ക്ഷണിക്കണമെന്നുണ്ട്. നല്ലൊരു പടം വന്ന് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് പടം വരുന്നത് കാണാൻ വേണ്ടി പ്രവീൺ സാറ്. കാരണം നമുക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്തൊരു ട്രാക്ക് ഉണ്ട്. സാറിനെ ഇപ്പോൾ കാണുമ്പോൾ സാറ് ഹാപ്പി ആവും. കാരണം ഞാനൊരു ആക്ടർ ആവണമെന്ന് ലോകത്തിലാകെ ജഡ്ജ് സാറ് മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ് വരണം. ഞാനിപ്പോൾ ഇത്രയൊക്കെ കുറച്ചെങ്കിലും മാറ്റം വരുത്തി അഭിനയം മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് സാറിനെ കാണിക്കണം എന്നുള്ളത്. അങ്ങനെ വിളിക്കാൻ എനിക്ക് ആക്ച്വലി പേടി. ഞാൻ സാറിനെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ ഫംഗ്ഷനൊക്കെ വരച്ച് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണും, സംസാരിക്കുന്നില്ലാതെ അങ്ങനെ വിളിച്ച് ബോധറയാൻ മാത്രമേ ഒരു ധൈര്യം എനിക്കിപ്പോഴും ഇല്ല.